ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറുമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ക്യാരറ്റ് ഇതേപോലെ കേട്ടോ പൊടി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ് ആണ്. അപ്പോൾ അത് ഞാൻ 1 കപ്പ് ഗ്രീൻ ബീൻസ് ആണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പച്ച ബീൻസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കൈ പച്ച ബീൻസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വൈറ്റ് കുറുമക്കറിയാണ് ഉണ്ടാക്കുന്നത്, വെള്ള കുറുമക്കറിയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ളൂ. അതിൽ ഞാൻ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ നോക്കിയാലോ. 1 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ വേവിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേക്ക് കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമക്കറിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിത് മുളക് പൊടി ഒന്നും ഇടുന്നില്ല, വെള്ളക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. ഇനി കുറവ് വേണമെങ്കിൽ ഇതിനും കുറച്ചെടുത്താൽ മതി. ഇതൊരു മീഡിയം എരിവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 മുറി നാളികേരം ചെറുകിയതിൻ്റെ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, എല്ലാ പാലും ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ച് പിഴിയാണ്ട് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നാളികേരം മുറി എന്ന് പറയുമ്പോൾ നല്ല പാലുണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 മുറി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പാളയാരത്തിൽ തീരെ പാല് കുറവാണെങ്കിൽ 1 മുറി എന്ന് പറയുന്നത് 1 നാളികേരമായിട്ട് എടുത്തിട്ട് അതിൻ്റെ പാലെടുക്കുക. പാൽ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തോന്നും ഈ കറി ആകെ വെള്ളം പോലെയാണ് ഇരിക്കണമെന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ആദ്യം അങ്ങനെ വരുന്നതാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ആ ഉരുളൻകിഴങ്ങ് ക്യാരറ്റൊക്കെ ജസ്റ്റ് ഈ കയ്യിലോണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ കുറുമക്കറി വെക്കുമ്പോൾ ഇച്ചിരി വെള്ളം പോലെയാണെങ്കിലും അത് തണുക്കും തോറും ഒന്ന് കുറുകും. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉടച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ച് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല പോലെയല്ല, ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുകി വരും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേ കുറുമക്കറി ഞാൻ തുടർച്ചയായിട്ട് 5 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് അല്ലേ നോക്കി നോക്കുക. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കറിയുടെ മുകളിൽ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാത്ത കാരണമാണ് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള കറി എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ കുറുമക്കറി ഞാൻ പറയണ്ടല്ലോ, വെള്ളയപ്പത്തിലേക്കാണെങ്കിലും ചപ്പാത്തിലേക്കാണെങ്കിലും അതുപോലെ തന്നെ ബട്ടൂരിലേക്കാണെങ്കിലും എല്ലാം കോമ്പിനേഷനാണ്.
ഇനി ഫൈനലി എന്ന് പറഞ്ഞ പോലെ ഞാൻ കറിയിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയിലയുടെ ഫ്ലേവർ. അത് കഴിക്കുമ്പോൾ നമ്മൾ ഈ കറിയിലൊക്കെ ഒപ്പം കഴിക്കുമ്പോൾ ഭയങ്കര നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മല്ലിയില ഓപ്ഷണലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.